എന്ത് കഥ സുഖമല്ലേ? ഇന്ന് ഞായറാഴ്ച കൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ യാതൊരു മാറ്റമൊന്നും വരില്ല. ഇന്നത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഇന്നത്തെ പ്രത്യേകത പറയുന്നത് ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. നമുക്കറിയാലോ, നമ്മളെ ബാപ്പന്മാർ, നമ്മളെ അച്ഛന്മാർ പണ്ട് കൊണ്ട വെയിലാണ് ഇന്ന് നാം കാണുന്ന, നാം അനുഭവിക്കുന്ന തണൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏവർക്കും ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും ഈ വിനീതൻ്റെയും ഫാദേഴ്സ് ഡേ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾ ചോദിക്കാനോട്, സ്വർണ്ണവില എന്താ പറയാത്തത്? സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഇല്ലെങ്കിലും 6650 തന്നെയാണ്. ഗ്രാമിന് പവനാണ് 53,200 ഇന്ന് വരുന്നുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ നാളെ ഇൻഷാ അല്ലാഹ് ബലി പെരുന്നാളാണ്. എവർക്കും ആൻറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെയും വിനീതിൻ്റെയും ബലി പെരുന്നാൾ ആശംസകൾ നേരുന്നതോടൊപ്പം നാളെ നമ്മളെ ഷോറൂം അവധിയായിരിക്കും. എല്ലാവരും സഹകരിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ബലി പെരുന്നാൾ ആശംസകൾ. നമ്മൾ കളക്ഷൻസിൽ പോകുമ്പോഴാണ് വെറൈറ്റി പറയേണ്ടത്. എന്താ അറിയോ? അരപ്പവനിൽ നമ്മളെ സ്വന്തം പേര് എഴുതിയ അടിപൊളി ലോക്കറ്റും അതും ചെയിനും അടക്കം വരുന്നുള്ളത് അരപ്പവനാണ്. 4 ഗ്രാമാണ്. അതാണ് ഇന്ന് കാണിക്കുന്നത്. ഞാൻ പോലും വിശ്വസിച്ചില്ല അരപ്പവനിൽ ഇത്രയൊക്കെ വരുമോ. എങ്കിൽ വരും. നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊന്ന് നോക്കി നിങ്ങൾ. ഇതിങ്ങനെയുള്ള ലോക്കറ്റ്സ് കണ്ട നിങ്ങൾ. ഇത് നമുക്ക് വെറും 2 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാം. ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് ഡെയിലി വെയർ അല്ലാത്ത കളക്ഷൻസ് കൂടി വരുന്നുണ്ട്. 1/2 ഗ്രാം തൊട്ട് നമുക്ക് ചെയിൻസ് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അതല്ല ഇത് നമുക്ക് ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 1.5 ഗ്രാമിൽ, അതുപോലെ 2 ഗ്രാമിൻ്റെ ഒക്കെ വരുന്ന ചെയിനുകൾ. ആ ചെയിനിൻ്റെ കൂടെ ഈ 2 ഗ്രാമിൻ്റെ ചെയിന് കൂടി ഇട്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് നാം ഇന്ന് പറയേണ്ട കാര്യം. എന്തായാലും ഞാൻ 1.5 ഗ്രാമിനോട് അത്ര എനിക്ക് താല്പര്യം കാണിക്കുന്നില്ല. കാരണം അത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് ക്യാരേജ് ഇല്ലെങ്കിൽ. പക്ഷേ 2 ഗ്രാമിൻ്റെതാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഡാമേജ് വരാല്ല. അതിൻ്റെ കൂടെ 2 ഗ്രാമിൻ്റെ നമ്മൾ പേര് എഴുതിയ ലോക്കറ്റ് കൂടി വന്നെങ്കിൽ ഇച്ചിരി ഭംഗിയും കൂടുതലായിരിക്കും, അതിനൊരു ഈട് നിൽപ്പും കൂടുതലായിരിക്കും, സംശയം വേണ്ട. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ കണ്ടോ നിങ്ങൾ? ഇതിൻ്റെ തൂക്കം ഞാൻ ഫസ്റ്റ് കാണുമ്പോൾ വിചാരിച്ചു ഇത് 2 ഗ്രാം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതിൽ കൂടുതലായിരിക്കും വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. 2 ഗ്രാമിൽ കൂടുതൽ നമുക്ക് ആ ചെയിന് കാണാൻ പറ്റും. കാരണം അത്രക്കും ആ ഒരു ചെയിനുണ്ട്. അങ്ങനെയാണ് ആ ചെയിൻ ഉള്ളത്. അതുകൂടാണ്ട് നമുക്കിതാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ലോക്കറ്റ്സുകൾ. ഇപ്പോൾ ഈ ഒരു ലോക്കറ്റ്സ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ചത് 2 ഗ്രാം എന്നല്ല, അതിൽ കൂടുതലുണ്ടാവും. ഇതൊക്കെ ഇവർ സെറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അങ്ങനെയൊന്നും അല്ലതാ. ത്രാസ് അടുക്കം വെച്ചിട്ടുണ്ട്. 2 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? 2 ഗ്രാമിൻ്റെ ഒരു ചെയിന് കൂടി വെച്ചെങ്കിൽ ടോട്ടൽ അരപ്പവന് വന്നു. ഇതാണ് 2 ഗ്രാമിൻ്റെ ചെയിന് വരുന്നുള്ളത്. കണ്ടില്ലേ? കറക്റ്റ് 4 ഗ്രാമായി. അതായത് അരപ്പവന് വന്നു. അടിപൊളി ചെയിനാണ്. അതിനോട് ഈ ലോക്കറ്റ് കൂടി വെച്ചെങ്കിൽ നമുക്ക് ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഈ ലോക്കറ്റിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. പല മോഡൽ ലോക്കറ്റ്സ് ഇതൊരു കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. ഇതിൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഞങ്ങൾ 6 ഗ്രാം, അതായത് 3/4 പവനാണുള്ളത്. അത്യാവശ്യം നല്ല പൊലിമയുണ്ട്. നോക്കിയെങ്കിൽ കാണുന്നില്ലേ? 3/4 പവൻ. നമ്മളെ പേര് എന്താണോ അതുപോലെ നമ്മൾ ഏതാണോ ഡിസൈൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്കിതാ ഇവിടെ ഒന്ന് കാണാം നിങ്ങൾക്ക്. ഇത് വെറും 4 ഗ്രാം അരപ്പവനാണുള്ളത്. അറബി ലെറ്ററാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കസ്റ്റമറിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തതാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വരുന്നുള്ളത് വെറും 4 ഗ്രാമാണ്. കണ്ടില്ലേ? അതുപോലെ തന്നെ നമുക്ക് 2 പേര് എഴുതിയ 7 ഗ്രാമിൽ വന്ന ഒരു ലോക്കറ്റ്സ് നോക്കി നിങ്ങൾ. കിട്ടുന്നുണ്ടോ? റയാന കിട്ടുന്നുണ്ട്. റയാനൻ്റെ വീഡിയോ ആണ്. റയാൻ ഇങ്ങനെ പേടിച്ചിട്ടാണ് എടുക്കുന്നുള്ളത്. ക്വാളിറ്റി ഇല്ല, അല്ല കറക്റ്റ് കിട്ടൂല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയാം. ഓക്കെ, ഇത് നോക്കൂ നിങ്ങൾ. ഇത് വരുന്നുള്ളത് 4 ഗ്രാമാണ്. അറബി ലെറ്ററാണ്. നല്ല രസമാണ്, അടിപൊളി. അതുപോലെ തന്നെ 2 പേര് എഴുതിയത്. ഇത് വരുന്ന അരപ്പവനാണ്. 2 പേര് ഇവിടെ കാണാൻ പറ്റും. ടോട്ടൽ വരുന്നുള്ളത് 4 ഗ്രാമാണ്. കണ്ടില്ലേ? ഇതൊക്കെ നമ്മളെ പേരനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വരുന്ന 3 ഗ്രാം. കണ്ടില്ലേ? 3 ഗ്രാമിൻ്റെ പേര് എഴുതി ലോക്കറ്റ്സ്. ഇതൊക്കെ മോൾഡിങ് ടൈപ്പാണ്. മോൾഡിങ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും, നല്ല ക്വാളിറ്റി ഉണ്ടാവും അതിന്. ഇപ്പോൾ നമുക്കിതാ ഈ ഒരു പവൻ്റെ ഒരു ചൈനയിൽ നല്ല ഒരു ലോക്കറ്റ് കൂടി ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, എന്താ രസം ഉണ്ടാവും. നോക്കി ഞങ്ങൾ നമ്മളത് ഇങ്ങനെ എടുക്കും ഇങ്ങനെ. യെസ്, കണ്ടില്ലേ? ലോക്കറ്റ് കൂടി അതിൽ വരുമ്പോൾക്ക് നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള സാധനം. ഈ ലോക്കറ്റിൻ്റെ പകരം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഡബിൾ പേര് എഴുതിയ ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇടാൻ പറ്റും. കണ്ടില്ല? ഇങ്ങനെ ഇടാൻ പറ്റും.
അതുപോലെ തന്നെ നമ്മൾക്ക് അറബിയിൽ എഴുതിയ സിംഗിൾ ലോക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഇടാൻ പറ്റും. ഓക്കെ, ഇത് 1 പവനാണ് വെച്ചത്. അതുപോലെ നമുക്കിത് 4 ഗ്രാമിൻ്റെ ചെയിൻ ഇവിടെ കാണാൻ പറ്റും. 4 ഗ്രാമിൻ്റെ ചെയിൻ, 4 ഗ്രാമിൻ്റെ ചെയിൻ ആണെങ്കിലും നമുക്ക് ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 1.5 ഗ്രാമിൻ്റെയും ചെയിൻ നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഡാമേജ് ഒന്നും വരാനില്ല. നല്ല പവറുണ്ട്, നല്ല കട്ടിയുള്ള സാധനം തന്നെയാണ്. 1.5 ഗ്രാമേ തൂക്കം വരുന്നുള്ളൂ. നോക്കുക, 1 ഗ്രാം 400 മില്ലി കണ്ടില്ലേ, 1 ഗ്രാം 400 മില്ലി. നിങ്ങൾക്ക് സംശയമുണ്ട് അവിടെ പോയപ്പോൾ അവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ വെറുതെ ആൾക്കാരിങ്ങനെ കമൻറ്റ് ഇടും. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളിയതാ, കണ്ടില്ലേ 1.5 ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നുള്ളത്. ഈ ടാഗ് അടുക്കം വരുന്നുള്ള 1 ഗ്രാം കേട്ടോ. ടാഗ് എടുത്താൽ വീണ്ടും വെയിറ്റ് കുറയും. അപ്പോൾ അങ്ങനെയുള്ള കളക്ഷൻസുകൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് നമ്മളെ പേര് എന്താണോ അത് നമുക്ക് ആ ഒരു ഡിസൈനിൽ നമ്മൾ പറയുന്ന ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈറ്റ് വെയ്റ്റിൽ നല്ല നല്ല കളക്ഷൻസുകൾ, ഡെയിലി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കളക്ഷൻസൊക്കെ ആവശ്യമുള്ള ഒരുപാട് നമ്മളെ ഫാമിലിയിൽ ഫ്രണ്ട്സിലൊക്കെ ഉണ്ടാകും. അവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോനെ പറ്റി അഭിപ്രായം പറയാം. റയാനൊക്കെ ഭയങ്കര ടെൻഷനിലാണ്. അയ്യോ ആസിഫ് ചാ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാല, പേടിയാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആസിഫ് മാളികയുടെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. എന്ത് പറഞ്ഞിട്ട് കളിയാക്കുക? റയ്യ നിന്നോട് മാത്രമാണ് പറയാമെന്ന്. ഓക്കെ, അതായത് ഇയാൾ എന്തിങ്ങനെ മുണ്ടെന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അന്ന് അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇന്ന് എന്നോട് പറയില്ല, എന്തോ എന്ത് വീഡിയോ എടുക്കാത്തതെന്ന്, എന്ത് വീഡിയോ എടുക്കാത്തത്, നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നത്. എല്ലാവരും സന്തോഷം, നമ്മൾ സന്തോഷം. അപ്പോൾ കുറേ തമാശയും കുറേ കഥയൊക്കെ പറയുമ്പോൾ ആണ് നമുക്ക് ആ എൻ്റർടൈൻമെൻറ്റാണ്. നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്, നമ്മൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കുന്നത്. നിങ്ങൾക്ക് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്ക് ആൻറ്റിക്കോള ഡയമണ്ട്സിൻ്റെയും വിനീതിൻ്റെയും ഫാദേഴ്സ് ഡേ ആശംസകൾ. അതുകൂടാണ്ട് നാളെ ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.